ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഹോളിഡേ സ്റ്റാർട്ടായി. അപ്പം രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. ഞാൻ 5:30 തന്നെ എഴുന്നേറ്റു. അപ്പോൾ 5:30 നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് കൂടുന്നുണ്ട്, നമ്മുടെ കൃപാസന അമ്മയുടെ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് 5:30 തന്നെ എഴുന്നേറ്റു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇതെല്ലാം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ചൂടോടെ കഴിക്കാം. നമ്മളെന്നും രാവിലെ ഓടിപ്പടിച്ചല്ലേ എല്ലാം ചെയ്യുന്നത്, അത് കാരണം ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ദോശയും സാമ്പാർ കേട്ടോ. ദോശയും പിന്നെ സാമ്പാർ. പിന്നെ ഇത് കണ്ടോ, ഇത് മല്ലിപ്പൊടിയാണ്. അപ്പം മല്ലിപ്പൊടി ഇവിടെ കിട്ടത്തില്ല, മീൻസ് നമുക്ക് പൊടിച്ച് കിട്ടത്തില്ല. അത് കാരണം ഞാൻ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത്. പിന്നെ നന്ദമോൾക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്ദയ്ക്ക് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ്. ഒരു ദിവസം നമുക്ക് സ്വീറ്റ്സിൻ്റെ മാത്രം ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇവിടെ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് സ്വീറ്റ്സൊക്കെ. അങ്ങനെ ഞാൻ കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് ഞായറാഴ്ച മേടിച്ച മീനായിരുന്നു കേട്ടോ. അപ്പം ഞായറാഴ്ച എടുത്തിട്ടില്ലായിരുന്നു, എന്തായാലും ഹോളിഡേയ്സ് അല്ലേ എന്ന് വിചാരിച്ചു. ശനിയാഴ്ച ഞങ്ങൾക്ക് സ്കൂൾ അടച്ചു കേട്ടോ. ശനിയാഴ്ച ആയിരുന്നു ലാസ്റ്റ് വർക്കിംഗ് ഡേ. പിന്നെ എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഒരു ഉച്ച വരെ പോകേണ്ടി വന്നു. അപ്പോൾ തിങ്കളാഴ്ച എടുത്തില്ല. തിങ്കളാഴ്ച ഇവിടെ മീൻ കൂട്ടത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മീനെടുത്തു. അപ്പം ഞങ്ങൾ കൂടുതലും തലയാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ കൂടുതലും തലയും പിന്നെ 2-3 കഷ്ണം മീനേ ഇട്ടുള്ളൂ. ഇതിനകത്ത് ഈ മീൻ കറിക്കകത്ത് ഇടുന്ന മീൻ ആരും എടുക്കത്തില്ല. അതവിടെ അങ്ങനെ ഇരിക്കും. പിന്നെ അവസാനം പറ്റിച്ച് പിന്നെ പഴങ്ങഞ്ഞു കുടിക്കുന്ന ലെവലാകുമ്പോഴാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ മീൻ കറിക്കുള്ളതെല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട്, ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ കൂടുതലും മുളക് കറി തന്നെ കേട്ടോ വെക്കുന്നത്. തേങ്ങാക്കറി വല്ലപ്പോഴേ വെക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഇവിടുത്തെ അരി ഡിഫറെൻ്റ് ആയത് കാരണം നമുക്ക് അതുമായിട്ട് തേങ്ങാക്കറി വലിയ സെറ്റ് ആവത്തില്ല. ഒരു 2 പിടിയൊക്കെ കുഴച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര വെള്ളം ഇറങ്ങും അതിൽ നിന്ന്. അപ്പം അത് കാരണം എപ്പോഴും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് പുളിമുളക് കറിയാണ് കേട്ടോ. അപ്പം ബാക്കി മീനെടുത്ത് ഞാൻ വറുക്കാനായിട്ട് മുളക് പൊടിയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനേക്കുള്ള പുളി. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ വെന്ത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനൊരു ചടങ്ങുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതെന്താണെന്നറിയാവോ, ഇവിടുത്തെ സാമ്പാറിൽ കഷ്ണങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവരതെടുത്ത് മാറ്റും. മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. ഇവിടെ കഷ്ണങ്ങളൊന്നും കണ്ടുകൂടാ. അത് കാരണം ഞാൻ നമ്മുടെ ചപ്പാത്തിയുടെ കുഴലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഉള്ളതെല്ലാം ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ പേസ്റ്റാക്കും. എനിക്കിഷ്ടമല്ല, എന്നാലും ഇവരുടെ വയറ്റിൽ ഇതെത്തണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ച മലക്കറി ഇവരുടെ വയറ്റിലെത്തണമെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ല. അത് കാരണം ഞാൻ അതെല്ലാം അടിച്ച് പേസ്റ്റാക്കി പിന്നെ വേണ്ട കടുക് വറുക്കാനായിട്ട് ഇരുമ്പേട്ടി വെച്ചു കേട്ടോ. അപ്പോൾ കടുക് ഇട്ടു. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ജീരകം ഇടും കേട്ടോ. എത്ര പേര് ഇടുമെന്ന് അറിയത്തില്ല, എനിക്കിഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് നമ്മുടെ സാമ്പാറിലേക്ക് താളിച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കും സാമ്പാറുണ്ട്. അപ്പോൾ സാമ്പാർ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നന്ദമോള് പറഞ്ഞു എനിക്ക് സാമ്പാർ, അവൾക്ക് രാവിലത്തേക്ക് സാമ്പാർ വേണം, ഉച്ചക്കത്തേക്ക് പപ്പുച്ചാറ് വേണം, നമ്മുടെ പരിപ്പ് കറി ഇവിടുത്തെ. അപ്പോൾ ഇനി അതുണ്ടാക്കണം. അവൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ഓൾറെഡി കറിയുണ്ട്, പിന്നെ ഇതും വേസ്റ്റ് ആവും. പിന്നെ രാത്രിത്തെ ടിഫിനും സെയിം ആയത് കാരണം ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലിയോ സാമ്പാറോ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ കടുക് വറുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. എല്ലാം വെച്ചതിന് ശേഷം ഒന്നും കൂടെ തിളപ്പിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടമാണ്, നന്ദമോൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മ മല്ലിയില ഇട്ട് സാമ്പാറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാമ്പാർ വയ്ക്കുമ്പം പറയും അമ്മാമ്മ വെച്ച സാമ്പാറിന് ടേസ്റ്റ് ഇല്ലയെന്ന്. സോ അത് കാരണം ഞാനും മല്ലിയില ഇടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കായവും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനതങ്ങ് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. നന്ദമോൾക്ക് ഞാൻ ജോലി കൊടുത്തു. ഇത് കണ്ടോ, നമ്മൾ പൊങ്ങി വരുന്ന നല്ല ദോശമാവ് പൊങ്ങിയതാണ്. ഞാൻ രാത്രി എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ രാത്രി മാവ് ആട്ടി വെച്ചത് ലേറ്റായിട്ടായിരുന്നു, അത് കാരണം പൊങ്ങത്തില്ല. ഇന്നലെ ഫുള്ള് മഴയായത് കാരണം പുറത്ത് പോകത്തില്ല എന്ന് വിചാരിച്ച് വെച്ചു. എന്തായാലും രാവിലെ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. 5:30 എഴുന്നേറ്റ് നോക്കിയപ്പോൾ പൊങ്ങിയിരിക്കുന്നു, പക്ഷെ പോയില്ല പുറത്ത്. അങ്ങനെ പിന്നെ ഞാൻ അതെടുത്ത് ഞാൻ ആവശ്യത്തിന് മാവ്, അപ്പോൾ എനിക്ക് നന്ദമോൾക്ക് മതിയായതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള 4 സ്പൂൺ മാവും എടുത്ത് നല്ല ചൂട് ദോശ ചുട്ട് കേട്ടോ. അപ്പോൾ നന്ദമോൾക്ക് ഇങ്ങനെ ചൂട് ദോശയ്ക്കകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്കകത്ത്. അപ്പം നോർമലി ആണെങ്കിൽ അവൾ ദോശയുടെ കൂടെ നെയ്യ് ഒഴിക്കും. അങ്ങനെ ദോശയ്ക്കകത്ത് നെയ്യ് ഒഴിച്ച് 2 ദോശ നന്ദമോൾക്കും 2 ദോശ എനിക്കും ഞാൻ
അപ്പം ഞങ്ങൾ അപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാട്ടോ അടുത്തത്. അപ്പോൾ അനുവേട്ടൻ ഇന്നില്ല, അനുവേട്ടൻ പുറത്ത് പോയിരിക്കുക. അപ്പം നന്ദമോക്കുള്ള ദോശ ഞാൻ എടുത്തു കേട്ടോ. ആദ്യത്തെ ദോശ അവൾക്ക് ചുട്ടത് കരിഞ്ഞു പോയി. അത് കാണാതിരിക്കാൻ ഞാൻ അതിൻ്റെ മേളിൽ കൂടി ഇത് കവർ ചെയ്തിട്ടു. കണ്ടു കഴിഞ്ഞാൽ അവൾ കഴിക്കത്തില്ല, അവൾക്ക് ഭയങ്കര പാടാണ് കരിഞ്ഞതൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ വേണ്ട നല്ല ചൂട് സാമ്പാറും നല്ല ദോശയും. അപ്പം ഞങ്ങൾക്ക് സത്യത്തിൽ ഇങ്ങനെയുള്ള ഹോളിഡേയ്സ് കിട്ടുമ്പോഴാട്ടോ സമാധാനമായിട്ടിരുന്നൊന്ന് കഴിക്കാൻ പറ്റുന്നത്. അത്രയും ടെൻഷനൊന്നും ഇല്ലാതെയൊക്കെ. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കും, ചില ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുപോകും, പിന്നെ ചില ദിവസങ്ങളിൽ കഴിക്കാറേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ഈ ഹോളിഡേയ്സ് കിട്ടുമ്പോൾ മെയിൻലി കൂടുതൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് നമ്മൾ 12 മണി 12:30 ആ സമയത്ത് വെക്കും. കാരണം ചോറ് ഇവിടുത്തെ പൊന്നിയരി ചോറ് ടൈപ്പല്ലേ, അപ്പോൾ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ചൂടോടെ മീൻ വറുത്തതൊക്കെ കഴിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ ഹോളിഡേയ്സ്. പിന്നെ വലുതായിട്ട് എങ്ങോട്ടും പോവില്ല. എന്തെങ്കിലും ഒരു ദിവസം, മിക്കവാറും സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നായിരിക്കും നന്ദമോളെയും കൊണ്ട് എവിടെയെങ്കിലും പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ജീവിയുണ്ടോ? 5 മിനിറ്റ് വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നത്? ആ ഫ്രിഡ്ജിലൊന്നുമില്ലെന്ന് അവൾക്കും അറിയാം, എനിക്കും അറിയാം. അന്നാലും വന്ന് ആ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയില്ലെങ്കിൽ എൻ്റെ നന്ദമോൾക്ക് ഒരു സമാധാനം വരത്തില്ല. അങ്ങനെ കുടിച്ചാണ് ഇപ്പോൾ പനിയായിട്ട് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ അതേ വീണ്ടും ദോശ കരിഞ്ഞു. അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തെ പരിപാടി കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ട സമയത്ത് തന്നെ ഞാൻ അരി കുതുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അരി കുറച്ച് വെള്ളത്തിൽ കുതുക്കാൻ ഇടണം കേട്ടോ. അപ്പോൾ ഇത് നെല്ലുകുത്തി അരിയാണ്, കുറച്ച് പഴയ അരിയായതുകൊണ്ട് കുറച്ച് കുതിർന്ന് വരുമ്പം നല്ല ചോറായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുതുക്കാൻ ഇടുന്നത്. അപ്പോൾ വേണ്ട ഞാൻ ഓൾറെഡി വെള്ളം വെച്ചു. അപ്പോൾ ഇന്ന് കലത്തിലല്ല കേട്ടോ വെച്ച, ചെറിയൊരു ഇതിനകത്താണ്. എനിക്ക് നന്ദമോൾക്ക് ഉച്ചയ്ക്കത്തേക്ക് മതിയല്ലോ. പിന്നെ അവൾക്ക് പരിപ്പ് കറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പിടി, എൻ്റെ കൈയുടെ ഒരു പിടി. അപ്പം വളരെ ചെറിയ ക്വാണ്ടിറ്റി ആട്ടോ. അപ്പം അവൾക്കിന്ന് ടൊമാറ്റോ പപ്പുവാണ് വേണ്ടതെന്ന് പറഞ്ഞു. ടൊമാറ്റോയുടെ പരിപ്പ് കറി കേട്ടോ. അപ്പം ഞാൻ 2 തക്കാളി എടുത്ത്, പുളിപ്പ് ഇവിടുത്തെ ആൾക്കാർ പുളിപ്പ് നല്ലോണം ഉപയോഗിക്കും കേട്ടോ. അപ്പം ഞാൻ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല, ഞാൻ ജസ്റ്റ്. പിന്നെ അതേ മീനും എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എനിക്കും 1 മനുവേട്ടനായിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ പരിപ്പ് കഴുകി വൃത്തിയാക്കി അത് ഞാൻ കുറച്ച് വെള്ളമായിട്ട് എടുത്തിട്ട് ഒരു പിടി പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, വേസ്റ്റായി പോകും വെറുതെ. അങ്ങനെ ഇതേണ്ട അത് കുക്കറിലോട്ട് ഇട്ടു. അതിനകത്ത് ഞാൻ കുറച്ച് ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേൻ്റെ കുക്കർ അടച്ചു വെച്ചു. അപ്പോൾ ഓൾറെഡി രാവിലെ ഉണ്ടാക്കിയ സാമ്പാറുണ്ട്. പിന്നെ ഇതേണ്ട മീൻ കൂട്ടാൻ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. നമ്മുടെ തലയും കുറച്ച് 2-3 കഷ്ണമൊക്കെ ആയിട്ടുള്ള മീൻ കൂട്ടാനുണ്ട്. എന്നാലും നന്ദമോൾക്ക് പരിപ്പ് കറി മതിയെന്ന് പറഞ്ഞു. ഇനി മീനോട് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊണ് റെഡിയായി കേട്ടോ. അപ്പം വേണ്ട അരി ഓൾറെഡി ഓൾമോസ്റ്റ് തിളയ്ക്കാറായി. അപ്പോൾ എന്തോ മന്ദാരം അടിച്ച് കണക്ക് കിടക്കുക, മഴ പെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ ചൂടുണ്ട്. ഇപ്പോൾ ഇതേ 12:49 അപ്പോൾ ഇതേ വിസിലൊക്കെ വന്നു. ഒരു 3 വിസിൽ അടിച്ചു. അപ്പോൾ ഒരു വിസിലൂടെ അടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ കുക്കറെല്ലാം എടുത്ത് താഴെ വെച്ചു, അരി ഊറ്റാനിട്ടു. ഇനി നമുക്ക് മീൻ വറുക്കാം കേട്ടോ. അപ്പോൾ 2 കഷ്ണം മീൻ വറുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു പാനിനകത്ത്. അതിൻ്റെ കൂടെ തന്നെ മീൻ വറുക്കാനായിട്ടുള്ള എടുത്ത് വെച്ചു, പുറത്തെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ ഇരുന്നായിരുന്നു. പിന്നെ അതെൻ്റെ കുക്കറെടുത്ത് അതിൻ്റെ വിസിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടതുകൊണ്ട് എനിക്കിപ്പോൾ പേടിയുക കുക്കർ. ഒരിക്കൽ ഇതുപോലെ ഇവിടെ പൊട്ടിത്തെറിച്ചായിരുന്നു. പക്ഷെ അത് കാരണം ഒരു ചെറിയ പേടി കാരണം ഞാൻ തുറന്നില്ല. കുറച്ച് പയ്യെ തുറക്കാം, സാധാരണ വെള്ളം ഒഴിച്ചിട്ടൊക്കെ അടപ്പ് തുറക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു പേടി, അത് കാരണം ഞാനിപ്പോൾ തുറക്കുന്നില്ല. നമുക്ക് എവിടെയും പോവുകയും വേണ്ടല്ലോ. അങ്ങനെ വേണ്ട 2 കഷ്ണം മീൻ ഞാൻ വറുക്കാനിട്ടു. അതിനുശേഷം വേണ്ട വെന്തിരിക്കുന്ന പരിപ്പ്. അപ്പോൾ തക്കാളിയും എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ ആവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇവിടുത്തെ രീതിയാണെങ്കിൽ അവർ നല്ലതുപോലെ പുളി പിഴിഞ്ഞൊഴിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തതുകൊണ്ട് നല്ല പുളി കാണും. ഒരു പിടി പരിപ്പല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ അതേപോലെ ഒരു ക്വാണ്ടിറ്റി പുളിവെള്ളം കൂടെ ഒഴിക്കും കേട്ടോ. പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇവിടുത്തെ കറിക്കൊക്കെ നല്ല എരിവും നല്ല പുളിപ്പും നല്ല ഉപ്പും കൂട്ടിയാണ് ഇവിടെ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് നല്ല ബുദ്ധിമുട്ടാണ്. നോർമലി നമ്മളൊരു ഫംഗ്ഷന് പോയാൽ തന്നെയും നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല എരിയാണ്. ഞാൻ പൊതുവേ വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് കേട്ടോ എരിവ് ഉപയോഗിക്കുന്നത്. കൂടുതലും ഞാൻ പെപ്പർ പൗഡറും പെപ്പറും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട ഞാനത് ഉടച്ച് വെച്ചു. അതിലേക്ക് ഞാൻ കടുക് വറുത്തിട്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ചതച്ച് ഓൾറെഡി മുന്നേ ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇടാം. പിന്നെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമ്മൾ ജീരകം, ശകലം കടുക്, കറിവേപ്പില,
വറ്റൽമുളക് ഇത്രയും കൂടെ നമ്മുടെ നോർമൽ താളിപ്പ് പോലെ താളിച്ചു. എന്നിട്ട് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഒരു ചെറിയ ബൗളിലോട്ടാക്കി കേട്ടോ. അത്രയേ ഉള്ളൂ, കുറച്ചല്ലെങ്കിൽ വേസ്റ്റായി പോവും. അത് കഴിഞ്ഞ് ഞങ്ങൾ മീൻ വറുത്തു. അപ്പോഴത്തേനും നന്ദമോക്ക് പരിപ്പ് കറി വന്ന് കണ്ടപ്പോഴത്തേനും നന്ദമോക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പെന്നും പറഞ്ഞ് പ്രശ്നമായി. അങ്ങനെ ഞാൻ 1 മണിയായപ്പോഴത്തേനും ചോറ് വിളമ്പാമെന്നും പറഞ്ഞത് എടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ ചോറ്. ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെയുള്ള ചോറാട്ടോ ഇത്. എനിക്ക് ഇനിയും കുറച്ച് ബാക്കിയിരിക്കും, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും. അപ്പോൾ നന്ദയ്ക്കൊരു 4 മണിയാകുമ്പോൾ കൊടുക്കാനുള്ള ചോറ് കൊണ്ട് കാണും ഇതിൽ. നമ്മുടെ ചോറിൻ്റെ ഒരു ടേസ്റ്റ് ഇനി എന്ത് കറി ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ഇവരുടെ ചോറിൻ്റെ കൂടെ ഇവിടുത്തെ കറികൾ മാത്രമേ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാനും എന്താ ചെയ്തത്, സാമ്പാറെടുത്ത് ഫ്രിഡ്ജ് വെച്ചു. വൈകുന്നേരം എടുക്കാം, ചീത്തയായി പോയാലും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറെടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് നന്ദമോക്കും പരിപ്പ് കറിയും മീൻ വറുത്തതും എനിക്കും പരിപ്പ് കറിയും മീൻ വറുത്തതും എടുത്തു കേട്ടോ. അവൾ പരിപ്പ് കറി ഒഴിച്ചു. പിന്നെ നല്ലൊരു സ്പൂൺ നെയ്യ് കൊടുത്തു കേട്ടോ. എന്നാലും അവൾ നിൽക്കുക എൻ്റെ കൂടെ ഇടിക്ക്. ഒരു ബോട്ടിൽ നെയ്യ് അവളിപ്പോൾ തീർക്കും. ഇത്രയും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരു ഡപ്പ നെയ്യ് തീർക്കാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ ചോറിട്ട് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ട കറിയല്ലേ, അപ്പോൾ ഒന്നും പറയത്തില്ല മിണ്ടാതിരുന്ന് കഴിക്കുമെന്ന്. അങ്ങനെ ഞാൻ ചോറ് കൊണ്ടുപോയി അവൾക്ക് ബെഡ്റൂമിൽ കൊടുത്തു. അപ്പോൾ പരിപ്പ് കറി കണ്ടപ്പോഴേ ആൾക്ക് ഓക്കെ ആയി. പക്ഷെ നെയ്യ് കൊടുക്കണം, നെയ്യ് ഡപ്പയോടെ കൊടുത്തില്ലെങ്കിൽ കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ അങ്ങനെ ഞാനും പോയി ചോറെടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് ചോറ് കഴിക്കാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട്. പിന്നെ ഇന്നത്തെ പ്രശ്നം മീൻ വറുത്തത് വേണ്ട, പരിപ്പ് കറി ഉണ്ടതുകൊണ്ട് മീൻ വറുത്തത് വേണ്ട. സാധാരണ മീൻ വറുത്തതിനോടാ. അപ്പം വയ്യാതെ പനി വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. ഭയങ്കര മടി ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഒരുപാട് നിർബന്ധിച്ചില്ല. അച്ഛനോടൊക്കെ പറയാമെന്ന് പറഞ്ഞപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാനും ചോറ് എടുത്തേട്ടോ. ഞാനും നല്ല ക്വാണ്ടിറ്റി നെയ്യൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞു ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും വരുന്നത്. സപ്പോർട്ട് ചെയ്ത് കൂടെ ഉള്ളവർ നമുക്ക് മെസ്സേജും കമൻറ്റും ഒക്കെ വഴി അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നത് മലയാളീസ് ആണോ അതോ എൻ്റെ സ്റ്റുഡൻസും അവരുടെ പേരൻസും ആണോ എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യണം.